അമേരിക്കൻ റിഫൈനറിയിൽ പൊട്ടിത്തെറിയും തീപിടുത്തവും വലിയ നാശനഷ്ടങ്ങളും മരണവും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ലോസ് ആഞ്ചൽസിലെ റിഫൈനറിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് അമേരിക്കയെ ആകെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും രാജ്യാന്തര ശക്തി ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു എന്നാണ് പ്രാഥമികമായിരിക്കുന്ന വിവരം. തീപിടുത്തം ഇപ്പോഴും അടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനുള്ള വലിയ ശ്രമങ്ങൾ നടന്നു വരികയാണ് എന്നാണ് ഈ അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എയർപോർട്ടിനോട് ചേർന്നിട്ടാണ് റിഫൈനറി പ്രവർത്തിക്കുന്നത് എന്നതിനാൽ ഏതെങ്കിലും ശത്രുപക്ഷം എയർപോർട്ട് ലക്ഷ്യമാക്കിയിട്ട് ഏതെങ്കിലും മിസൈൽ തൊടുത്തു വിടുകയോ മറ്റോ ചെയ്തതാണോ എന്ന കാര്യം സംശയിക്കപ്പെടുകയാണ്. ഇന്ധന ശുദ്ധീകരണ ഫാക്ടറിയാണ് ഈ പറയപ്പെട്ട ലോസ് ആഞ്ചൽസിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ റിഫൈനറി. ഈ മേഖല അതീവ സുരക്ഷിതമുള്ളതാണ്. 24 മണിക്കൂറും നിരീക്ഷണമാണ്. അപ്പോൾ ഈ നിരീക്ഷണം എന്ന് പറയുന്ന സമയത്ത് പ്രതിരോധ സംവിധാന കാര്യങ്ങളൊക്കെ ശക്തമായിരിക്കുന്ന ഒരു ഏരിയ ആണ് എന്നതിനാൽ ശത്രുപക്ഷത്തിൽ നിന്ന് സാധാരണഗതിയിൽ ഈ മേഖലയിലേക്ക് അങ്ങനെ വല്ലാതെ ഒന്നും ഇടിച്ചു കയറാൻ വേണ്ടി സാധിക്കാറില്ല. ആ രീതിയിലാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങളുള്ളത്. എന്നാൽ ഇപ്പോഴുള്ള അമേരിക്കയുടെ സാഹചര്യങ്ങൾ സങ്കീർണമാണ്, വളരെ പ്രയാസമുള്ളതാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കാര്യം ചാരസംഘം അമേരിക്കയുടെ ആന്തരിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ രഹസ്യമായിട്ടാണെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇറാന്റെ ചാരസംഘമുണ്ട് എന്നുള്ളതാണ് അവർ ഞെട്ടിച്ചത്. റഷ്യയുടെ ചാരസംഘത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് അമേരിക്ക രഹസ്യമായ ആ രാജ്യത്തിൻ്റെ അകത്ത്. അത് റഷ്യ ഉദ്ദേശിച്ച് തന്നെയാണ് ചെയ്തത്. പക്ഷേ പിടികൂടപ്പെട്ടതിലോ അതല്ലെങ്കിൽ സംശയിക്കുന്നതിലോ ഇറാന്റെ ചാരന്മാരുണ്ട് എന്നുള്ളൊരു സംശയം അവർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ വർഷം 2ാമത്തെ ആക്രമണമാണ് യഥാർത്ഥത്തിൽ റിഫൈനറിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്നത്. ഈ ടെക്സാസിൽ നടന്ന മാർച്ച് 23 ടെക്സാസിൽ സമാനമായിരിക്കുന്ന ഒരു തീപിടുത്തം നടന്നു. അതും ഒരു പൊട്ടിത്തെറിയാണ്. പരമാവധി അമേരിക്ക അത് രഹസ്യമാക്കി വെക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും അത് വലിയ രീതിയിൽ റിപ്പോർട്ടായി പുറത്തു വരികയും ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ തീ പടരുകയും ചെയ്തു. 15 പേർ കൊല്ലപ്പെട്ടു. അത് അമേരിക്ക സ്ഥിരീകരിച്ചു. 180 പേർക്ക് പരിക്കേറ്റു. ആ മേഖലയിൽ നിന്ന് ഡസൻ കണക്കിന് ആളുകൾ, ചില പത്രത്തിൽ ഡസൻ കണക്കിന്, ചിലതിൽ 100 കണക്കിന് എന്നൊക്കെ പറയുന്നുണ്ട്, ഓടി രക്ഷപ്പെടുന്നതിൻ്റെ വീഡിയോ വൈറലാകുകയും ചെയ്തിട്ടുണ്ട്. ആ സംഭവം നടക്കുന്നത് മാർച്ച് 23-നാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ വെള്ളിയാഴ്ചയാണ്. ആ ദിവസമാണ് വീണ്ടും മറ്റൊരു ഈ റിഫൈനറിയിലേക്ക് തീപിടുത്തമുണ്ട്. തീപിടുത്തമല്ല, അതിശക്തമായിരിക്കുന്ന പൊട്ടിത്തെറി കിലോമീറ്റർ ദൂരത്തിലേക്ക് കേൾക്കാൻ പാകത്തിലും അതിശക്തമായിരിക്കുന്ന തീയും പുകയും ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായത് രാജ്യത്തെ തന്നെ ഞെടുക്കിയിരിക്കുന്ന സംഭവമാണ്. ഞങ്ങൾ സുരക്ഷിതരല്ല എന്ന് വിളിച്ചുകൊണ്ട് ഓടുന്നത് കാണാൻ വേണ്ടി സാധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ആരാണ് എന്നതിനെ കുറിച്ച് ഒരു കൃത്യത ഇപ്പോഴും വന്നിട്ടില്ല. അന്വേഷണം നടക്കുന്നുണ്ട്. ട്രംപിനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് ട്രംപ് മൗനം പാലിച്ചു എന്നുള്ളതാണ്. സംഭവത്തിൽ ഖേദമുണ്ട്, തങ്ങളത് അന്വേഷിക്കുകയാണ്, അതിന് പിന്നെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് വെടിവെച്ചിരുന്നു. തലക്ക് വെച്ച വെടി ചെവിക്ക് കൊണ്ട് എന്നുള്ളത് ചെവിയിലൂടെ രക്തം വാർന്ന ചിത്രങ്ങളൊക്കെ പുറത്ത് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇതിന് പിന്നിൽ ഇറാനാണ് എന്ന് സംശയിക്കുന്നു എന്നുള്ളത്. ഇറാൻ പറഞ്ഞു തെളിവ് കൊണ്ടുവരാൻ, ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് ട്രംപിന് മിണ്ടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. തെളിവൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വെടിവെച്ച പ്രതി അപ്പം തന്നെ വെടിവെച്ച് കൊന്നു. ഈ അമേരിക്കയിലുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ തുടരന്വേഷണത്തിന് വലിയ താല്പര്യമില്ലാത്ത ടീമാണ് അമേരിക്കക്കാർ. അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വെടിവെപ്പ് പല ഘട്ടങ്ങളിലും അമേരിക്കയിൽ നടക്കാറുണ്ട്. ഇതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെ വെടിവെച്ച് എന്ന് പറഞ്ഞ പോലെയുള്ള അത്തരം സംഭവങ്ങളൊക്കെ സീരിയസ് ആയിരിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങൾ അവിടെ നടക്കാറുണ്ട്. പക്ഷെ അവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ സൈനികർ പാഞ്ഞെത്തിയിട്ട് ഈ ആരാണോ കുറ്റം ചെയ്ത് അവരവിടെ വെടിവെച്ചെന്നാണ്. അപ്പോൾ തെളിവ് അപ്പാടെ തന്നെ നശിച്ചു പോകും. ഇതിന് പിന്നാമ്പുറം എന്താണ് ഉള്ളത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം തെളിവ് നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തി സാധാരണഗതിയിൽ അമേരിക്കയുടെ പോലീസിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട വീഴ്ചയാണ്. ആ വീഴ്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഉണ്ടായിരുന്നെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർക്ക് ആശ്വാസമായി പ്രതി വെടിവെച്ചത് ഒന്നുകൊണ്ട് ഇപ്പോൾ റിഫൈനറി തീപിടുത്തം ഉണ്ടായ സമയത്ത് അത് മറ്റൊരു തരത്തിലേക്ക് നീങ്ങുകയാണ്. കാര്യം ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ പൗരന്മാരുള്ള രാജ്യവും അമേരിക്കയാണെന്നൊരു പ്രത്യേകത ഉണ്ട്. അത് പറയാനുള്ള കാര്യം, ഇടയ്ക്കിടയ്ക്ക് മുൻപ് ഒരു 10 വർഷം മുൻപ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് അൽ-ഖ്വയ്ദ വളരെ സജീവമായിരുന്നു. അൽ-ഖ്വയ്ദയുടെ ഏറ്റവും കൂടുതൽ ഭീകര സ്ഫോടനവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് സൗദി അറേബ്യയിലാണ്.
അവരുടെ ലക്ഷ്യത്തിൽ പല പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളവും സൈനിക കേന്ദ്രവും ലക്ഷ്യമാക്കാറുണ്ട്. അമേരിക്കയുടെ സൈനിക കേന്ദ്രം എന്ന് പറയുന്നത് സൗദിയിലൊക്കെ പ്രവർത്തിക്കുന്ന വലിയ സുരക്ഷാ ഭിത്തികൾക്കുള്ളിലാണ്. അത് 1, 2, 3 റൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം, സുരക്ഷാ ഭിത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ. മാത്രമല്ല അവിടേക്ക് മറ്റൊരാൾക്കും പ്രവേശനമില്ല. ഞാനൊരു അമേരിക്കയുടെ ഇതിൻ്റെ അവർ താമസിക്കുന്ന ഏരിയകൾക്കുള്ളിൽ അവരുടെ സൈനിക പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഉള്ളിൽ പത്രം കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിലേക്കും ഒരു പരിധി വരെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അത് തന്നെ വാഹനം നിർത്തി വെച്ചിട്ട് ഒരു 500 മീറ്ററിലധികം നടന്നു വരണം. എന്തെങ്കിലും വലിയ പരിശോധന, ഐഡന്റി കാർഡും കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിൻ്റെ ശേഷം അത് കൃത്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് തന്നെ നമുക്ക് തന്നെ പ്രവേശിക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ മറ്റൊരാൾ വാഹനം കൊണ്ട് അതിനുള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ല. ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാം, ഇത് ഏതോ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനം ഇടിച്ചിട്ട് കയറ്റിയിട്ടോ പല രീതിയിലൊക്കെ ചാവർ സ്ഫോടനം നടത്തിയിട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ബുഷ് ഭരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒരു അമേരിക്കൻ സൈനികൻ അവിടെ കൊല്ലപ്പെട്ട സമയത്ത് ബുഷ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ എത്തുന്നു, സൗദിയിലെത്തുന്നു. അന്ന് ഫഹദ് രാജാവ് അവിടെ രാജ്യം ഭരിക്കുന്ന കാലമാണ്. അന്ന് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സംഭവം പറഞ്ഞു. അപ്പോൾ എത്ര പണമാണോ ആവശ്യപ്പെട്ടത് അത്രയും പണം സൗദി അറേബ്യ ഈ അമേരിക്കൻ പൗരന് വേണ്ടിയിട്ട് സെറ്റിൽമെൻറ്റിന് വേണ്ടി നൽകപ്പെടുകയും ചെയ്തു. അന്ന് ചില റിപ്പോർട്ടുകളൊക്കെ ഈ യൂറോപ്യൻ മീഡിയകളൊക്കെ അമേരിക്കൻ പൗരന്മാരും മറ്റുള്ള ലോക പൗരന്മാരൊക്കെ വിലയിരുത്തിക്കൊണ്ട് കുറച്ച് ഒരു വിശദീകരണ കുറിപ്പൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അന്ന് പറയപ്പെട്ട കാര്യം, ഇതിന് മുൻപ് നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ലോക്കറബി വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ലിബിയക്കെതിരെ ലിബിയൻ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായ സമയത്തും അങ്ങനെ തന്നെയാണ്. അതിൽ ഗദ്ദാഫിയുടെ പങ്ക് തെളിഞ്ഞിട്ടില്ലെങ്കിലും അതിൽ ലിബിയയുടെ പങ്ക് തെളിഞ്ഞിട്ടുണ്ട്. അതിന് അവർ ആ നഷ്ടപരിഹാരം എത്രയാണോ അമേരിക്ക ചോദിച്ചാൽ അത്ര തന്നെ കൊടുത്ത് പ്രശ്നം തീർക്കുക ചെയ്ത്. അന്നൊക്കെ പറഞ്ഞതിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടതിൽ ഏറ്റവും വില കൂടിയ പൗരന്മാർ അമേരിക്കൻ പൗരന്മാരാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ പൗരന്മാരുടെ ലിസ്റ്റാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഇതുപോലെ സ്ഫോടന ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അവരത് സാരമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് വലിയ സുരക്ഷാ ഭിത്തി സംവിധാനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഈ തൊട്ടടുത്ത 2ാമത്തെ പ്രാവശ്യം ഈ സ്ഫോടനം നടത്തിയത് ആര് എന്നുള്ളത് വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. തീ അണക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ട്രംപ് പ്രതികരിച്ചിട്ടില്ല. ഒരു ഭാഗം അങ്ങനെ തന്നെ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഈ മേഖല സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വലിയ നിയന്ത്രണം പോലീസ് നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര പ്രതിസന്ധി യഥാർത്ഥത്തിൽ അമേരിക്കക്കകത്തുണ്ട്. അതിനെ അതിജീവിക്കാൻ ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ചാരസംഘങ്ങൾ അമേരിക്കയിൽ സജീവമെന്നുള്ള റിപ്പോർട്ട് ഇതിന് മുൻപ് പറഞ്ഞതാണ്. അപ്പോൾ ടെക്സാസിന് ശേഷം ലോസ് ആഞ്ചലസിൽ ഈ പൊട്ടിത്തെറി നടന്നു. ഇപ്പോൾ പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം അമേരിക്കയുടെ ചില പത്രങ്ങൾ ചോദിക്കുന്നത് അടുത്തത് ഏത് പ്രദേശം എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സുരക്ഷിതരല്ല എന്ന് അമേരിക്കക്കാർക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഏരിയ ആണ് എന്ന് പറയപ്പെട്ട, അല്ലെ രാജ്യമാണെന്ന് പറയപ്പെട്ട അമേരിക്കയിൽ ആദ്യം സ്ഫോടനം നടത്തിയത് അൽഖ്വയ്ദ വിമാന ദുരന്തം നടത്തിയിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ, 5000-ഓളം ആൾക്കാർ കൊല്ലപ്പെട്ട, ലോകത്തെ ഞെട്ടിപ്പിച്ച ആ ദുരന്തത്തിന് ശേഷം അമേരിക്കൻ പൗരന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് നമ്മളെ രാജ്യത്തിലെ പൗരന്മാരെ സുരക്ഷിതരാക്കാമെന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളൊക്കെ ഒരു തട്ടിപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 3 വിമാനങ്ങൾ ഒന്ന് നടുക്ക് വെച്ച് വീണ് പോയിട്ടുണ്ടെങ്കിൽ 3 വിമാനങ്ങളാണ് ഭീകരാക്രമണത്തിന് വേണ്ടി അൽഖ്വയ്ദ തിരഞ്ഞെടുത്തത്. അതിൻ്റെ വരവും അതിൻ്റെ ഉദ്ദേശവും കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ പറ്റാത്ത സംവിധാനമാണ് അമേരിക്കയ്ക്ക് ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും സുരക്ഷിതമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ 2-3 സംഭവങ്ങൾ, ഒന്ന് ട്രംപിന് നേരെ വെടിവെപ്പ് നടന്നു. അതൊരു വലിയ ഭീകര സംഭവം തന്നെയാണ്, തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ലോസ് ആഞ്ചലസിൽ ഈ സംഭവം തീപിടുത്തം നടന്നു, തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മുമ്പ് ടെക്സാസിൽ ദുരന്തം നടന്നു, തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ലോസ് ആഞ്ചലസിൽ നടക്കുന്നു, തെളിയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനി അടുത്തത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ വലിയ ദുരന്തങ്ങളും വലിയ വിഷയങ്ങളും രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കാര്യത്തിൽ അമേരിക്ക കൈമലർത്തുന്ന ഒരു സ്ഥിതിയാണ്. മറ്റ് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ നടക്കുന്ന ആഭ്യന്തര വിഷയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് അത് വഷളാക്കിയും അത് പ്രശ്നമുണ്ടാക്കുകയും സങ്കീർണമാക്കുകയും രാഷ്ട്രീയമായിരിക്കുന്ന മുതലെടുപ്പ് നടത്തുകയൊക്കെ ചെയ്യുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം
അവരുടെ രാജ്യവും ആ രാജ്യത്തിലെ സമ്പത്തും അതിൻ്റെ സംവിധാന കാര്യങ്ങളും സുരക്ഷിതമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ സർക്കാരിൻ്റെ ആവശ്യം എന്താണ് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. മറ്റൊരു ചോദ്യം ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ്, തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണാധികാരികൾ അധികാരം ഏൽക്കുന്നത്. തിരഞ്ഞെടുക്കുന്നത് വരെ ജനാധിപത്യ സംവിധാനവും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഏകാധിപത്യ സംവിധാനവും ഉള്ള ഒരു രാജ്യമായി അമേരിക്ക മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. തിരഞ്ഞെടുക്കുന്നവരെ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകും. നമ്മൾ കേട്ടതാണ്, ഞങ്ങൾ ഈ അധികാരത്തിലേക്ക് 48 മണിക്കൂർ കൊണ്ട് ഈ റഷ്യയുടെ യുക്രൈൻ്റെ വിഷയം തീർക്കും, പാലസ്തീൻ ഇസ്രായേലിൻ്റെ വിഷയം തീർക്കും, ലോകത്ത് സമാധാനം കൊണ്ടുവരും, രാജ്യത്ത് സാമൂഹികപരമാർക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുക, സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുക മാത്രം ലക്ഷ്യം, ഒരു യുദ്ധമില്ലാത്ത ഒരു ലോകത്ത് സൃഷ്ടിക്കുകയാണ് എൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ. അങ്ങനെ എവിടൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് പ്രശ്ന പരിഹാരം ഉണ്ടാക്കും, എനിക്ക് അതിന് നോബൽ സമ്മാനം വാങ്ങണം എന്നുള്ള താല്പര്യം കൂടി അദ്ദേഹം പറഞ്ഞു. രീതി എന്തായി? അദ്ദേഹം അധികാരത്തിലേറിയ സമയത്ത് കംപ്ലീറ്റ് ആ നിലപാടിലൊക്കെ മാറ്റം വരുത്തി. യുദ്ധം നടത്തുന്നതും തുടങ്ങുന്നതൊക്കെ അമേരിക്ക തന്നെയാണ്. അമേരിക്ക തന്നെയല്ലേ യുദ്ധം ചെയ്ത് ഇറാനെ കൊണ്ട് ആക്രമിച്ച അമേരിക്കയല്ലേ? ഇതേ അമേരിക്കയല്ലേ ഇലക്ഷന് മുമ്പ് ട്രംപ് പറഞ്ഞ എന്താ, ഞാൻ അധികാരത്തിലേറി 48 മണിക്കൂർ മതി പ്രശ്നം തീർക്കാൻ. ആയുധങ്ങൾ നിത്യേന എന്നോണം ഡസൻ കണക്കിന് പുതിയ ആയുധങ്ങളുടെ നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ട് കപ്പൽ വഴി ഇസ്രായേലിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഏതെങ്കിലും ആയുധങ്ങളുടെ ഒരു കുറവുണ്ടോ? പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ആയുധ കരാറുകളും ഉടമ്പടികൾ അവസാനിപ്പിച്ചു, കൊടുക്കില്ല എന്ന് പറഞ്ഞു. അമേരിക്ക നിർത്തിയോ? അമേരിക്ക ഇപ്പോൾ റിഫൈനറിയിൽ ഇപ്പോഴും അവരുടെ ആയുധ ഫാക്ടറി ആയുധങ്ങൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു ഇസ്രായേലിന് വേണ്ടിയിട്ട്. ഇസ്രായേൽ വളരെ കൃത്യത്തോടുകൂടി മേഡ് ഇൻ അമേരിക്ക എന്നെഴുതിയ മിസൈൽ പായിച്ചുകൊണ്ട് പാലസ്തീനികളെ കൊല്ലുന്നു. പല ഘട്ടങ്ങളിൽ പാലസ്തീനിലെ യൂട്യൂബർമാർ ഈ മെഷീൻ്റെ പൊട്ടിത്തെറിച്ചതിൻ്റെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അവർ കാണിച്ചുകൊണ്ട് പറയുന്നതാ ഇത് അമേരിക്കയുടെ മേഡാണ്, അമേരിക്ക നിർമ്മിച്ച വസ്തുക്കളാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് സംശയം ഇസ്രായേലിലെ സൈനികരുടെ കൂട്ടത്തിലും അമേരിക്കക്കാരുണ്ടോ എന്നുള്ളതാണ് എന്നവർ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ഉണ്ടെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ അല്ല, അമേരിക്കയാണ്. അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിൻ്റെ പരിണത ഫലം, അതിൻ്റെ ശിക്ഷയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.